കുളങ്ങാട്ടുകുഴി സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിൽ ലഹരിവിരുദ്ധ ബോധവത്കരണ ക്ലാസ്, ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ എന്നിവ സംഘടിപ്പിച്ചു. ഷിബു തെക്കുംപുറം MLAക്ക് സ്വീകരണവും നൽകി. കുളങ്ങാട്ടുകുഴി സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിൽ യൂത്ത് അസോസിയേഷനാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ഇതോടൊപ്പം ഷിബു തെക്കുംപുറം MLAക്ക് സ്വീകരണവും നൽകി. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. സമ്മേളനം MLA ഉദ്ഘാടനം ചെയ്തു. 35 കോടി രൂപയുടെ രാസലഹരിയാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പോലീസ് പിടിച്ചത്. അത്ര ഭയാനകമായ ഒരു അവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത്. ഇതിന്റെ ഉറവിടം കണ്ടെത്താനുള്ള വലിയ ശ്രമമാണ് ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. വേട്ടാമ്പാറയിൽ രാസലഹരിയുമായി പോകുന്നവരെ പിടിച്ചതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയില്ല. ഇതിന്റെ ഉറവിടം കണ്ടെത്തിക്കൊണ്ട് അതിന്റെ എല്ലാ തരത്തിലുമുള്ള നിരോധനം നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ മാത്രമാണ് ഈ രാസലഹരിയിൽ നിന്ന് നമ്മുടെ നാടിനെ നമുക്ക് രക്ഷിക്കാൻ കഴിയുള്ളൂ. പ്രിയപ്പെട്ട മക്കളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ആ നിലയിൽ വലിയ പ്രവർത്തനങ്ങൾ നമ്മുടെ ഇടവകയ്ക്ക് ചെയ്യാൻ കഴിയട്ടെ പ്രത്യേകമായി ആശംസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ലഹരിക്കെതിരെയുള്ള വലിയ പോരാട്ടം നമുക്ക് നടത്തണം. ഒരു കാലത്ത് ഇന്ത്യയിൽ രാസലഹരി ഉപയോഗിച്ചിരുന്ന ഏറ്റവും കൂടിയ സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു പഞ്ചാബ്. ഇന്ന് ആ സ്ഥാനം നമ്മുടെ കേരളം കൈയടക്കിയിരിക്കുകയും അതോടൊപ്പം തന്നെ രാസലഹരിയുടെ ആസ്ഥാനമായി എറണാകുളം ടൗൺ മാറിയിരിക്കുന്നു. ഇങ്ങനെ വലിയ നമ്മളെ ഭയപ്പെടുത്തുന്ന നിലയിലേക്കാണ് ഇതിൻ്റെ വളർച്ച മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെയുള്ള പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം. കുടുംബങ്ങളിൽ വലിയ വിള്ളലുകൾ വന്നിരിക്കുന്നു, കുട്ടികളെ തളർച്ചയിലേക്ക് എത്തിക്കുന്നു. എല്ലാ തരത്തിലുമുള്ള വലിയ സമാനതകളില്ലാത്ത വലിയ വിപത്തിനെയാണ് നമ്മൾ നേരിടുന്നത്. ഓർത്ത് പ്രിയപ്പെട്ട എല്ലാവരുടെയും വലിയ കരുതൽ, വലിയ പ്രവർത്തനം ഇക്കാര്യത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഏറ്റവും നമുക്ക് ഈ നാടിൻ്റെ ആത്മീയ ചൈതന്യമായ വികാരി ഫാദർ ഏബിൾ ജോർജ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസ് ജോൺ, ഷാജി കുളങ്ങാട്ടിൽ, കുര്യാക്കോസ് മൈക്കുളങ്ങരയിൽ, CT കുര്യാക്കോസ്, എൽദോസ് ജോർജ്, ബേസിൽ ബെന്നി എന്നിവർ പ്രസംഗിച്ചു. സബ് ഇൻസ്പെക്ടർ CP ബഷീർ ലഹരിവിരുദ്ധ ക്ലാസ് നയിച്ചു. പാട്ടൊക്കെ പാടി ചിരിച്ച് കളിച്ച് നമ്മുടെ അടുത്തേക്ക് സ്നേഹിച്ചിങ്ങനെ അടുത്തേക്ക് വന്നിട്ട് നമ്മളിങ്ങനെ ഹഗ് ചെയ്യും. എന്നിട്ട് 2 പല്ല് കുത്തിയെടുക്കുള്ളൂ. എന്നിട്ട് സംഗീതം പ്രകടിപ്പിക്കുള്ളൂ. ഇങ്ങനെ ചോര ഇങ്ങനെ എടുത്തു വിടുന്ന ജ്യൂസ് അടിച്ചിട്ട് സോറാസിട്ട് എട്ടി പോലും ചെയ്യില്ല. ഈ പാട്ടാണ് നമുക്ക് കേൾക്കുന്നത്. ഇത് ചിന്തിക്കും. അടുത്ത പാട്ടായിരുന്നു ഉന്നം മറന്നൊരു പോക്ക്, മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ട കൂത്ത്. എങ്ങനെയുണ്ട്? കൊച്ചി ലഹരിയിലേക്കാണോ പോകുന്നത്? കൊച്ചെങ്ങോട്ടാ പോകുന്നത്? GTV ന്യൂസ്, പിണ്ടിമന.